സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ നടക്കുന്ന ചീഞ്ഞു നാറുന്ന കഥകൾ ഇന്ന് കണ്ടും വായിച്ചും നമ്മുടെ മനസ്സ് മലിനായിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ വിധത്തിലുള്ള വൃത്തികേടുകളാണ് ഓരോരുത്തരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2006 ലോക സിനിമയിൽ ഇങ്ങനെ ഒരു വിപ്ലവം തുടങ്ങുന്നത്, മീ ടു ക്യാമ്പയിൻ എന്നും പറഞ്ഞിട്ട് അമേരിക്കയിൽ. അത് 10 വർഷം നീണ്ടു നിന്നിട്ടാണ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. 2016 ഇന്ത്യയിലെ സിനിമ ഇൻഡസ്ട്രിയിൽ ഉള്ളിൽ നടക്കുന്ന വൃത്തികേടുകൾ ഓരോരുത്തരും അനുഭവസ്ഥർ വ്യക്തമായ രീതിയിൽ വിശദീകരിച്ചു കൊണ്ടേയിരുന്നു. ഇപ്പം നമ്മുടെ കേരളത്തിലേക്കും അത് കടന്നു വരുന്നു. വയറ്റപ്പഴപ്പിന് വേണ്ടി പലരുടെയും മുന്നിൽ മുണ്ടടിക്കുന്ന സോണാഗച്ചിയിലെ പെണ്ണുങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1ഉം 2ഉം അല്ല, 25,000-ഓളം. പശ്ചിമ ബംഗാളിലെ ഇരുണ്ടൊരു ലോകമാണത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവർക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടത്തേക്ക് പോലീസ് സംവിധാനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. നമ്മൾ പണ്ടേ കേൾക്കുന്നതാണ് റെഡ് സ്ട്രീറ്റ് ബോംബെയിലുള്ളത്. അവിടേക്കുള്ള പെണ്ണുങ്ങളെ വളരെയേറെ മോശമായ രീതിയിലാണ് അവരുടെ പ്രവൃത്തിയുടെ ഫലം കൊണ്ട് തന്നെ സമൂഹം കാണുന്നത്. പക്ഷേ അതേ വൃത്തികേട് ചെയ്യുന്നവരെ കുറിച്ച് കേരളം പുതിയ പേരിട്ട് വിളിക്കുന്നത് പ്രമുഖനെന്നും പ്രമുഖ എന്നുമാണ്. എന്തുകൊണ്ട് ഈ വിധത്തിലേക്ക് സമൂഹം ചീഞ്ഞു നാറുന്നു? ഒരു 10-20 കൊല്ലമായി സിനിമാ രംഗത്തുള്ള വിമർശകർ പറയുന്ന ഒരു കാര്യമുണ്ട്. കുടുംബ ബന്ധത്തെ ഇല്ലാതെയാക്കാനാണ് സിനിമ നൽകുന്ന ഏറ്റവും പുതിയ പ്രചോദനമെന്ന്. സിനിമ മാത്രമല്ല, ഫെമിനിസം എന്ന് പറയുന്ന സ്ത്രീ വിമോചനത്തിൻ്റെ പേരിൽ രൂപപ്പെട്ട പ്രസ്ഥാനം അതിനുവേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്തത്. സ്ത്രീകൾ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് അവർ മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട ഇഷ്യൂ. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവർ പറഞ്ഞു വരുത്തി അത് കുടുംബ ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട്. കാരണം കുടുംബത്തിലുണ്ടാവുമ്പോഴാണ് പെണ്ണ് 2ാം സ്ഥാനത്തേക്ക് പോകുന്നത്. ഭർത്താവിനാണ് ഭാര്യയെ ഭർഷിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കുടുംബമില്ലാതെയാവണമെങ്കിൽ എന്ത് ചെയ്യണം? വിവാഹം ഇല്ലാതെയാകണം. നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ 35,000-ഓളം പെൺകുട്ടികൾ ഞങ്ങൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു ചില കണക്കുകൾ അതിനേക്കാൾ ഭീകരമാണ്. വിവാഹത്തിൽ താല്പര്യമേ ഇല്ല. പിന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതിന് കുറേയേറെ സമ്പത്ത് വേണം, സമ്പത്തിന് പറ്റുന്ന ജോലി വേണം, ജോലിക്കാത്രമുള്ള പഠനവും വേണം. എന്നിട്ട് പണം കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണം. പിന്നെ അവരുടെ ലൈംഗിക താല്പര്യങ്ങളോ, അതിന് വിവിധങ്ങളായ മാർഗങ്ങളുണ്ട് അവരുടെ മുമ്പിൽ. ലിവിങ് ടുഗദർ കുറേ ആൾ മുന്നോട്ട് വെക്കുന്നത് അതാണ്. നമ്മുടെ സാംസ്കാരികമായി പ്രബുദ്ധമെന്ന് പറയുന്ന കേരളത്തിൽ പോലും കഴിഞ്ഞ വർഷത്തിൽ വലിയ വിവാദമായി കടന്നു വന്നതാണ് വൈഫ് സൈപ്പിംഗ്, ഭാര്യമാരെ വെച്ചുമാറൽ. 10,000-ഓളം ആളുകൾ ആ ഗ്രൂപ്പിലുണ്ടെന്നാണ് പോലീസ് പറഞ്ഞത്. ഭയങ്കരമായി വാർത്തകൾ വന്നു. പക്ഷേ അത് കെട്ടടങ്ങിപ്പോയി. കാരണം IPC 377 എന്ന് പറയുന്ന ഭരണഘടനയിലെ വിശുദ്ധമായിരുന്നൊരു വകുപ്പ് 4 വർഷം മുന്നെയാണ് പലവരും ചേർന്ന് സമരം ചെയ്തിട്ട് നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. എന്താണ് ഈ IPC 377? അന്യൻ്റെ ഭാര്യയെ വ്യഭിചരിക്കാൻ പാടില്ലെന്ന്, ലൈംഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലെന്ന്, ആണും ആണും തമ്മിലുള്ള രതി ഒരിക്കലും അംഗീകരിക്കില്ലെന്ന്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ വകുപ്പ് മാറ്റിയത് കാരണം 10,000-ഓളം ആളുകൾ ഉൾക്കൊള്ളുന്ന ഭാര്യമാരെ വെച്ചുമാറുന്ന വൃത്തികേട് ചെയ്യുന്നവർ സുഖസുന്ദരമായി രക്ഷപ്പെട്ടു. ഒരു പെണ്ണ് മാത്രം കേസ് കൊടുത്തു. ആ കേസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് കുറേ ആളുകൾ അവരുടെ ലൈംഗിക താല്പര്യത്തിന് ഉപയോഗിക്കുന്ന ചില മാർഗങ്ങൾ. ലിവിങ് ടുഗദർ, കുടുംബബന്ധം തകർക്കാൻ വേണ്ടി മാത്രമുണ്ടായ ഒരു ആദർശം. യൂറോപ്പിൽ നിന്ന് കേരളം കടം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികേട്. നമ്മൾ ആലോചിച്ച് നോക്കുക. ആവശ്യത്തിന് ഒരു പെണ്ണിനുമായി നടക്കുക, അല്ലെങ്കിൽ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരാണുമായി നടക്കുക. എന്നിട്ട് എപ്പോഴാണോ വേർപിരിയാൻ തോന്നുന്നത് ആ നിമിഷത്തിൽ വേർപിരിയുക. ഇതിൻ്റെ ഉപോത്പന്നമായി ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിക്കളയുക. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ 2 മാസം മുന്നേ ഒരു വാർത്ത കേട്ടത്. പാഴ്സൽ വന്ന കവറിൽ പ്രസവിച്ച ഉടനെയുള്ള കുട്ടിയെ കൊന്ന് അടക്കം ചെയ്ത് 6ാം നിലയിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞു ഒരു യുവതി. കാരണം കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ ഒരാൾക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, മക്കളെ വളർത്താൻ കഴിയില്ല. കുടുംബബന്ധത്തെ തകർത്തിട്ട് പെണ്ണുങ്ങളെ മൊത്തം താന്തോന്നികളാക്കാൻ വേണ്ടി ഫെമിനിസം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള എല്ലാവിധ വളഞ്ഞ ചിന്തകളും ഇതിനൊക്കെ വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം.
ലോകത്ത് ആദ്യമായി 1965 അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് എയ്ഡ്സ് എന്ന മാരകരോഗം കണ്ടെത്തുന്നത്. 1965 മുതൽ 24 ആകുമ്പോഴേക്ക് എത്ര വർഷം കഴിഞ്ഞു പോയെന്ന് ആലോചിച്ച് നോക്കുക. ഇതുവരെയും എയ്ഡ്സിന് ഒരു ചികിത്സ കണ്ടെത്തിയിട്ടില്ല. 10 വർഷത്തോളം മിഞ്ചിഞ്ചായി മരിക്കുന്നു. എയ്ഡ്സ് രോഗി ഒരു ദിവസത്തിലല്ല മരിക്കുന്നത്, 10 വർഷത്തോളം അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർന്നു പോകുന്നു. അതുകൊണ്ട് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് എയ്ഡ്സ് രോഗം ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത്? അന്ന് 5 ഗേകളിലായിരുന്നു ഇതാദ്യമായി കണ്ടുവന്നത്. ഗേകൾ എന്ന് പറഞ്ഞാൽ ആണും ആണും തമ്മിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുടുംബബന്ധമല്ലെങ്കിൽ വൈകാരികമായ താല്പര്യങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അതിന് ഇത്തരം വൃത്തികെട്ട ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു മാർഗമാണ് ഗേ ലെസ്ബിയൻ സംവിധാനങ്ങൾ. പെണ്ണ് പെണ്ണുമായി ജീവിക്കുക, ആണാണുമായി ജീവിക്കുക. കുറേ ആഴത്തിലേക്ക് പറഞ്ഞാൽ നമുക്കത് വല്ലാതെ കൗതുകം തോന്നിപ്പോകും. അമേരിക്കയിലുള്ള എയ്ഡ്സ് രോഗികളിൽ 67% ഗേകളാണെന്ന് കണക്ക് വരുന്നു. ഈ 67% എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളൊരു 10-30% ഗേ അല്ലാത്തവരിൽ നിന്നും ഇല്ലേ എന്ന് നമ്മൾ സംശയിക്കുന്നതിൻ്റെ മുമ്പ് ഒരു കണക്ക് കൂടെ അറിയണം. അമേരിക്കയിൽ ഗേ ആണെന്ന് വെളിപ്പെടുത്തിയത് 2% ജനങ്ങൾ മാത്രമാണ്. അമേരിക്കൻ ജനസംഖ്യയിൽ 2%-ൽ നിന്ന് 67% എയ്ഡ്സ് രോഗികൾ വരുന്നു എന്നർത്ഥം. എത്ര മാരകമാണ് ഈ കണക്ക്! ഇന്നുപോലും നമ്മൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ട് മങ്കി പോക്സ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ശക്തമായ വേദനയെക്കുറിച്ച്. ശരീരമാസകലം കുമിളകളുണ്ടാകുന്നു, രോഗി മരണത്തിലേക്ക് പോകുന്നു. നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ കഴിഞ്ഞ വർഷം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊറോണ പോലെയൊന്നും അതിൻ്റെ ഈ വ്യാപനത്വമില്ലാത്തത് കൊണ്ട് അതങ്ങനെ ഒതുങ്ങിപ്പോയി. 16 രാഷ്ട്രങ്ങളിൽ മങ്കി പോക്സിൻ്റെ കണക്ക് ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ വർഷം പുറത്തുവിട്ടിരുന്നു. 16 രാഷ്ട്രങ്ങളിൽ 98% മങ്കി പോക്സ് കുരങ്ങുവസൂരി രോഗികളും ഗേകളാണ്, അല്ലെങ്കിൽ ബൈസെക്ഷലാണെന്നാണ് കണക്കുകൾ പറയുന്നത്. കുടുംബബന്ധം തകർക്കുമ്പോൾ എന്ത് വേണം? മനുഷ്യനാകട്ടെ മറ്റ് ജീവികൾക്കാവട്ടെ അവരുടേതായ ഈ ലൈംഗികമായ ചോദനകൾക്ക് പരിഹാരമില്ലാതെ പറ്റില്ല. കുടുംബബന്ധം വേണ്ടെന്ന് പറയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നു. വേറെയും കുറേ ഇത് സംബന്ധമായി നമുക്ക് പറയാനുണ്ട്. സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന നാടുണ്ട്, ഒരു സ്റ്റേറ്റ് ഉണ്ട് അമേരിക്കയിൽ. ആ സ്റ്റേറ്റ് ഗേകളുടെ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഗേകളുടെ തലസ്ഥാനം. ആണും ആണുമായിട്ടുള്ള സെക്സുമായി ജീവിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരിടം എന്നർത്ഥം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ആലോചിച്ച് നോക്കുക. അവിടെയുള്ള പ്രാദേശിക ഭരണകൂടത്തിന് ഏറ്റവും വലിയ ബാധ്യത, ടാസ്ക് ഡയപ്പർ സംസ്കരണമാണെന്ന ചീഞ്ഞ റിപ്പോർട്ട് വരുന്നു. എന്തേ കാര്യം? ഗേകളായി ജീവിക്കുമ്പോൾ പിന്നീട് കുറേയേറെ രോഗങ്ങൾ വേറെ പിടിപെടുന്നു. ബുധാർബുദം മുതൽ അറിയാതെ മോഷൻ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന രീതി വരെ. അപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ ഡയപ്പർ കെട്ടിയിരിക്കണം. അതിൽ വല്ലാതെ മാലിന്യം വരുമ്പോൾ ഊരി വലിച്ചെറിയും, വേറെ വയ്ക്കും. ഇത് സംസ്കരിക്കാൻ സാൻ ഫ്രാൻസിസ്കോയിലെ ഗവൺമെൻറ് വല്ലാതെ കഷ്ടപ്പെടുന്നുവെന്ന ചീഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നു. കുടുംബബന്ധമില്ലെങ്കിൽ എന്താവും എന്നതിൻ്റെ ചില ആരോഗ്യപരമായ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. നേരെ മറിച്ച് അതിൻ്റെ മതപരമായ രീതിയിലേക്ക് നീങ്ങിയാലോ? പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിൻ്റെ 19 മുതൽ 25 വരെയുള്ള 6 ആയത്തുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതെല്ലാം തുടങ്ങുന്നത് ഒമിന്നായാത്തിഹി 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 എന്നാണ്. ഖുർആനിൽ വേറൊരിടത്തും 6 ആയത്തുകൾ ഇതുപോലെ ഒരുമിച്ച് തുടങ്ങുന്നില്ല. ഇതിൽ 1-ാമത്തെ ആയത്തിൻ്റെ പ്രമേയം അള്ളാഹു നമ്മളെ പടച്ചത് വലിയൊരു ദൃഷ്ടാന്തമെന്നാണ്. 2-ാമത്തെ ആയത്തിൻ്റെ പ്രമേയം നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നത് അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണെന്നാണ്. എന്തേ? നമുക്ക് നമ്മിൽ നിന്ന് തന്നെ ഇണകൾ, ഈ ഇണകളായി വളരൽ ആവശ്യമാണെന്നും അതും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. മനുഷ്യൻ അவ்விധത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു ആട് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അരമണിക്കൂറാകുമ്പോഴേക്ക് ആ കുഞ്ഞ് മെല്ലെ മെല്ലെ എഴുന്നേൽക്കുന്നു. അതിൻ്റെ ഉമ്മയാടിൻ്റെ അകിട് കണ്ടുപിടിച്ച് മുല കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം 2 ദിവസം ആകുമ്പോഴേക്ക് തളിർ പുല്ലുകൾ തിന്നു തുടങ്ങുന്നു. വീട്ടിലുള്ള കുഞ്ഞുങ്ങളോടൊപ്പം ഓടിക്കളിക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ ജീവിതം സെറ്റപ്പാകുന്നു. അതിന് സ്വന്തം ജീവിക്കാൻ ശേഷി കിട്ടുന്നു. മനുഷ്യനല്ലാത്ത എല്ലാ തസ്തനികളും ജനിക്കുന്നത് ആ പ്രസവിക്കുന്ന തള്ള ജന്തുവിൻ്റെ 50 മുതൽ 80% ബുദ്ധിവികാസത്തോടു കൂടെയാണ്. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നു. നേരെ മറിച്ച് മനുഷ്യൻ്റെ കാര്യമോ? മനുഷ്യൻ്റെ കാര്യം വളരെ കൗതുകമാണ്. ഒരു കുട്ടി പ്രസവിച്ചയുടൻ
ആ മാതാവ് കുട്ടിയെ ഉപേക്ഷിച്ചുവെന്ന് സങ്കല്പിക്കുക. ആ കുട്ടി മണിക്കൂറുകൾക്കകം മരിച്ചു പോകും. സ്വന്തം അന്നം തേടാൻ, സ്തന്യം നേടാൻ അതിന് കഴിയില്ല. ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് ആ കുട്ടിയെ അവഗണിച്ചുവെന്ന് വെക്കുക, ആ കുട്ടി മരിച്ചു പോകും. 2 വർഷം മുല കൊടിച്ചതിന് ശേഷം ഒരു കുട്ടിയെ മാതാവ് അവഗണിച്ചുവെന്ന് വെക്കുക. ഇനി നീയായി നിന്റെ പാടായി എന്ന് പറഞ്ഞ് മാതാവ് വേറൊരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ, വേറൊരാളെടുത്ത് സംരക്ഷിക്കുന്നില്ലെങ്കിൽ ആ കുട്ടി മരിച്ചു പോകും. മനുഷ്യക്കുട്ടിക്ക് ബുദ്ധിവികാസം പൂർത്തിയാവാൻ ഏകദേശം 13 വർഷത്തോളം എടുക്കും. ആ സമയം വരെയും ഉമ്മയുടെ ശക്തമായ സപ്പോർട്ട് ഈ കുട്ടിക്ക് ഉണ്ടാവണം. ഉമ്മ കുട്ടിയെ സംരക്ഷിച്ച് വീട്ടിലിരിക്കണമെങ്കിൽ ഉമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഭർത്താവ് വേണം. കുടുംബ ബന്ധം നിർബന്ധമെന്ന് മനുഷ്യ സൃഷ്ടിപ്പിലൂടെ പടച്ച റബ്ബ് തെളിയിച്ചു തന്നിട്ടുണ്ട്. ഇതില്ലാതാക്കാൻ ശ്രമിച്ചിടത്തൊക്കെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായി. ഹബീബായ റസൂൽ തങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും സാർവലൗകികത്വം കിട്ടുന്നതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഞാനീ പറയുന്നത്. ഇനിയും വിശദീകരിക്കാനുണ്ട്, കുറേയേറെ സംഗതികൾ ഇത് സംബന്ധമായി നമുക്ക് പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകരാണെന്ന് വരുമ്പോൾ അവിടുത്തെ വാക്കും പ്രവൃത്തിയും അവിടുത്തെ അംഗീകാരങ്ങളും സമൂഹത്തിന് എന്നും ലഭ്യമാവണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ലോകത്ത് വേറെ ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ ഒരു മഹാത്ഭുതം, ഈ ഒരു മഹാത്ഭുതം നമുക്ക് കാണാൻ വയ്യ. ഒരാളുടെ വാക്കും പ്രവൃത്തിയും അംഗീകാരം